ഭ്രാന്തെന്ന് നിനച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ. എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ. എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. ഭ്രാന്തെന്ന് നിനച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ. എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ. എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. എല്ലാ ദുശ്ശീലങ്ങളും മാറ്റിവെച്ച് നല്ല ശീലമാക്കിയെടുക്കാൻ കഴിയുന്ന സമയം അള്ളാഹു റമദാൻ നമുക്ക് തരികയാണ്. അത് തർബിയത്താണ്, തസ്കിയത്താണ്. ആനുവലി അള്ളാഹു നൽകുന്ന ഒരു ട്രെയിനിങ് സെഷനാണത്. അതൊക്കെ ഉപകാരപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. അൽ ഖൈറു ആദത്തുൻ വശർറു ലജാജ. നന്മ എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണ്. നന്മ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്. തിന്മ എന്നത് വല്ലപ്പോഴും കടന്നു വരുന്ന ഒരുതരം വൈവറിംഗ്, സംതിങ് ദാറ്റ് ക്യാൻ മേക്ക് വൈവറിംഗ് ഇൻ യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ പെടക്കലുണ്ടാക്കാൻ കഴിയുന്നതാണ് സത്യത്തിൽ പാപങ്ങൾ. നേരെ മറിച്ച് നമ്മുടെ ലോങ് റണ്ണിംഗ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി നൽകുന്നത് നന്മയാണ്. നമ്മുടെ ഹാബിറ്റായി, നന്മ ഹാബിറ്റായി മാറണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലൂടെ ഒരു നായ കടന്നുപോയപ്പോ ഇദ്ഹബ് അഫാകല്ലാഹ് എന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം നായയോട് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ ഒരു മുഅ്മിനായ മനുഷ്യനോട് പറയുന്ന പോലെ ആഫാകല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ അവിടുത്തെ കൂടെയുള്ള ശിഷ്യന്മാർ ചോദിച്ചു, ഈസാ നബിയെ, ഒരു നായയോട് ആഫാകല്ലാഹ് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? കലിമത്തുൻ തഅവ്വതുഹാ, ഞാൻ ശീലിച്ചു പോയൊരു വാക്കാണത് എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം. നന്മ ശീലമാണ്. അൽ ഖൈറു ആദ.